ഇന്ത്യയുടെ ഈ സാമ്പത്തിക വർഷത്തേക്കുള്ള സമ്പൂർണ്ണ ബജറ്റ് കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ അവതരിപ്പിക്കപ്പെടുകയും അതിനെക്കുറിച്ചുള്ള വാർത്തകളെല്ലാം നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ബജറ്റ് മുന്നോട്ട് വരുമ്പോൾ സാധാരണക്കാരായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കൃത്യമായിട്ട് നോക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ടാക്സേഷൻ. നമ്മുടെ വരുമാനത്തിനും നമ്മുടെ സമ്പാദ്യത്തിനും മുകളിൽ ഗവൺമെൻറ്റിന് എത്ര ടാക്സ് കൊടുക്കണമെന്നുള്ള ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്നത് ബജറ്റിലായതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അതുപോലെ തന്നെ ഗവൺമെൻറ് മുന്നോട്ട് വെക്കുന്ന പുതിയ സ്കീമുകൾ, നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള എന്തെങ്കിലും സ്കീമുകൾ അതിനകത്തുണ്ടോ എന്ന് നമ്മൾ നോക്കും. അതുപോലെ തന്നെ ഗവൺമെൻറ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കൊണ്ടുവരുന്ന പുതിയ വികസന പദ്ധതികൾ, അതിൽ നമ്മുടെ സംസ്ഥാനത്തിനും അതുപോലെ തന്നെ നമ്മുടെ നാടിനുമൊക്കെ ഏതെങ്കിലും പദ്ധതികൾ വരുന്നുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് സാധാരണയായിട്ട് നമ്മൾ നോക്കിക്കാണുന്നത്. എങ്കിലും ഈ ബജറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. അതാണ് ശരിക്കും ഗവൺമെൻറ് പാർലമെൻറ്റിൻ്റെ മേശപ്പുറത്ത് വെക്കുന്നത്. ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിലെ കണക്കുകളും കാര്യങ്ങളും പരിശോധിക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖലയെക്കുറിച്ചും അതുപോലെ തന്നെ ഗവൺമെൻറ് നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് നടത്തുന്നതിനെക്കുറിച്ചും കൃത്യമായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഗവൺമെൻറ്റിൻ്റെ വരുമാനം വരുന്നത് ഏതൊക്കെ മാർഗ്ഗങ്ങളിൽ നിന്നാണ്, ഗവൺമെൻറ് എവിടെയൊക്കെയാണ് അവരുടെ എക്സ്പെൻസ് നടത്തുന്നത്, ഏതൊക്കെ രീതിയിലാണ് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻഡിച്ചർ വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കണക്കുകളിൽ നിന്നും കാര്യങ്ങളിൽ നിന്നും ഇന്ത്യൻ സാമ്പത്തിക മേഖലയെക്കുറിച്ച് ഏറ്റവും വിശദമായിട്ട് മനസ്സിലാക്കാൻ പറ്റുമെന്നോ അല്ലെങ്കിൽ ബജറ്റിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു അഭിപ്രായം പറയാൻ പറ്റുമെന്നോ അല്ല പറയുന്നത്. ഇന്ത്യൻ സാമ്പത്തിക മേഖലയുടെ ഒരു മേഖലയെക്കുറിച്ച് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ ആ ഒരു കാര്യമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദീകരിക്കുന്നത്. ഒരു കാര്യം കൂടി പറഞ്ഞുകൊള്ളട്ടെ, ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചാൽ ഇപ്പോഴത്തെ കേന്ദ്ര ബജറ്റ് മാത്രമല്ല, ഇനി അങ്ങോട്ട് വരുന്ന കേന്ദ്ര സംസ്ഥാന ബജറ്റുകളുടെ എല്ലാം കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. മൈ നെയിം ഈസ് അലക്സ്. വാട്ട് ഐ ഡു ഈസ് എക്സ്പ്ലെയിൻ. വെൽക്കം ടു അലക്സ്പ്ലെയിൻ. ഇപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ ഈ ബജറ്റിനെ കുറിച്ചൊക്കെ മനസ്സിലാക്കുന്നത് നമ്മുടെ നാടിൻ്റെ എക്കോണമിയെക്കുറിച്ച് അറിയാനും ഗവൺമെൻറ് ഏത് ഡയറക്ഷനിലാണ് തീരുമാനങ്ങൾ എടുക്കുന്നത് എന്ന് മനസ്സിലാക്കാനും അതിനുശേഷം കൃത്യമായി പ്ലാൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്ലാനിങ് എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നറിയാം. പക്ഷേ നമ്മുടെയൊക്കെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, നമ്മൾ കൃത്യമായി പ്ലാൻ ചെയ്യാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ട് ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് തിരിച്ചടികൾ നേരിടാറുണ്ട്. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ 2024 മാത്രം AI ഒരു ഇൻട്രൊഡക്ഷൻ വന്നതോടുകൂടി എത്രയോ പേർക്കാണ് തൊഴിൽ നഷ്ടപ്പെട്ടത്. അപ്പോൾ അവരൊക്കെ AI കൃത്യമായിട്ട് മനസ്സിലാക്കി പ്ലാൻ ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പഠിച്ചിരുന്നുവെങ്കിൽ ഈ ഒരു സിറ്റുവേഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. ഇതിപ്പോൾ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗ്രോത്ത് സ്കൂൾ 3 മണിക്കൂർ ദൈർഘ്യമുള്ള അവരുടെ ChatGPT ആൻഡ് AI വർക്ക്ഷോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതൊരു പെയ്ഡ് വർക്ക്ഷോപ്പാണ്. പക്ഷേ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുള്ള ലിങ്കുകൾ ഉപയോഗിക്കുന്ന ആദ്യത്തെ 1000 പേർക്ക് സൗജന്യമായിട്ട് ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇവിടെ ChatGPT ഉൾപ്പെടെയുള്ള 20ലധികം AI ആപ്ലിക്കേഷൻസിനെ കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കി തരുന്നു. അപ്പോൾ ഓൾറെഡി 10 ലക്ഷത്തിലധികം ആളുകൾ ഈ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യുകയും ഇതിന് 5 സ്റ്റാർ റേറ്റിംഗ് കൊടുത്തിരിക്കുകയും ചെയ്യുന്നത് കാണാം. കാരണം ഇവരിൽ ഭൂരിഭാഗം പേർക്കും ഈ വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ കരിയറിനെ നെക്സ്റ്റ് ലെവലിലേക്ക് അപ്ഡേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ AI ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ റെസ്യൂം പ്രിപ്പയർ ചെയ്യാം, എങ്ങനെ ജോബ് ഹണ്ടിങ് നടത്താം, കോംപ്ലക്സ് ആയിട്ടുള്ള ഡേറ്റയെ എങ്ങനെ സിമ്പിളായിട്ട് അനലൈസ് ചെയ്യാം, AI നിങ്ങളുടെ പേഴ്സണൽ ബ്രാൻഡിങ്ങിന് വേണ്ടി എങ്ങനെ ഉപയോഗിക്കാം, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഈ വർക്ക്ഷോപ്പിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഇനി നിങ്ങൾ IT, സെയിൽസ്, മാർക്കറ്റിംഗ്, HR, ഓപ്പറേഷൻസ്, ഇങ്ങനെ ഏത് മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിലും കുഴപ്പമില്ല, എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ ഈ വർക്ക്ഷോപ്പിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. സോ ഒരിക്കൽ കൂടി ഓർപ്പിക്കുകയാണ്, ആദ്യത്തെ 1000 പേർക്ക് മാത്രമാണ് സൗജന്യമായി ഇത് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുക. അതുകൊണ്ട് ഒട്ടും സമയം കളയാതെ ഇപ്പോൾ തന്നെ നിങ്ങൾ ലിങ്കുകൾ ചെക്കൗട്ട് ചെയ്യുക. നമുക്ക് വീഡിയോയിലേക്ക് തിരിച്ചു വരാം. അപ്പോൾ ഇന്ത്യ എന്ന രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ബജറ്റ് എന്താണ്, അതിൻ്റെ വിവിധ വശങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം വിശദമായിട്ടുള്ളൊരു വീഡിയോ ഞാൻ ഈ ചാനലിൽ പണ്ട് ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ലിങ്ക് കൊടുക്കാം, അത് നിങ്ങൾക്ക് കണ്ടു നോക്കാവുന്നതാണ്. എന്നാൽ അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് കോംപ്രിഹെൻഡ് ചെയ്ത് പറയുകയാണെങ്കിൽ, നമ്മുടെ പേഴ്സണലായിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എപ്പോഴെങ്കിലുമൊക്കെ ഒരു ബജറ്റ് തയ്യാറാക്കിയിട്ടുണ്ടാവും. എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ അതിന് പണം കണ്ടെത്തുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് ബേസിക് പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്കുള്ള വരവ്, നമുക്ക് കിട്ടാനുള്ള പൈസ എത്രയാണെന്ന് നമുക്ക് നോക്കും. അതുപോലെ തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നമുക്ക് എത്രത്തോളം പണം ചിലവാകും എന്ന് നമ്മൾ നോക്കും. എന്നിട്ട് ഈ ചിലവിനെയും നമ്മുടെ വരവിനെയും തമ്മിൽ നമ്മൾ ഒത്തു നോക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വരവിനേക്കാൾ കുറവാണ് നമ്മുടെ ചിലവെങ്കിൽ നമുക്ക് പ്രശ്നമൊന്നുമില്ല. നമ്മൾ എന്താണോ പ്ലാൻ ചെയ്തിരിക്കുന്നത് അതുമായിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. എന്നാൽ നമ്മുടെ വരവിനേക്കാൾ കൂടുതലാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ചിലവ് എങ്കിലോ, അങ്ങനെയാണെങ്കിൽ നമ്മൾക്ക് കൂടുതൽ പണം എവിടെ നിന്നെങ്കിലും നമ്മൾ ലോൺ എടുക്കുന്നതിനെക്കുറിച്ചോ കടം വാങ്ങുന്നതിനെക്കുറിച്ചോ ഒക്കെ നമ്മൾ ആലോചിക്കാൻ തുടങ്ങും. അപ്പോൾ ഇവിടെ നമ്മൾ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടോ ഇത്തരത്തിലുള്ള കണക്കുകളൊക്കെ തയ്യാറാക്കി പ്ലാനിങ്ങുകളൊക്കെ നടത്തി കൃത്യമായി മുന്നോട്ട് പോകുന്നത് പോലെ തന്നെ ഇന്ത്യൻ ഗവൺമെൻറ് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു സാമ്പത്തിക വർഷത്തെ കണക്കുകളും കാര്യങ്ങളുമൊക്കെ കൃത്യമാക്കി തയ്യാറാക്കി വെച്ച് അതിനനുസരിച്ച് പ്ലാൻ ചെയ്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണ് ഈ ബജറ്റിൽ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഈ ബജറ്റിൻ്റെ ഭാഗമായിട്ടുള്ള കണക്കുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും.
അപ്പോൾ ബജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ പബ്ലിക് ഡൊമൈനിൽ എപ്പോഴും അവൈലബിൾ ആണ്. അവിടെ നമ്മൾ ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എപ്പോഴും കാണുന്നത് ഈ ബജറ്റ് പ്രസംഗമാണ് എന്ന് കാണാം. എന്നാൽ അതിനോടൊപ്പം തന്നെയാണ് ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള കൃത്യമായ നമ്പറുകൾ അടങ്ങിയിട്ടുള്ള കണക്കുകളും ഗവൺമെൻറ് പുറത്തുവിടുന്നത്. അപ്പോൾ ആ ഒരു ഡോക്യുമെൻറ്റ് വായിച്ച് മനസ്സിലാക്കാൻ അതിനകത്ത് ഒരുപാട് ഡേറ്റ ഉള്ളതുകൊണ്ട് സിംപ്ലിഫൈഡ് ആയിട്ടുള്ള മറ്റൊരു ഡോക്യുമെൻറ്റ് കൂടി ഗവൺമെൻറ് പുറത്തുവിടാറുണ്ട്. അതിനെയാണ് ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2 ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് വായിച്ച് നോക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ വേണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഈ ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റിൽ ഒരു ടേബിളാണ് ഞാൻ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്നത്. ഈ ടേബിളിൽ നിന്നും എന്തെല്ലാം കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ടേബിളിൽ ഏറ്റവും വലതുവശത്തെ കോളത്തിലാണ് 2024-25 സാമ്പത്തിക വർഷത്തിലെ എസ്റ്റിമേറ്റഡ് ആയിട്ടുള്ള ഫിഗറുകൾ ഗവൺമെൻറ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് റീകൺസ്ട്രക്ട് ചെയ്ത് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുകയാണ്. അപ്പോൾ ഈ ടേബിളിലേക്ക് കടക്കുന്നതിന് മുന്നേ 2 കാര്യങ്ങളുടെ അർത്ഥം നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒന്ന് റവന്യൂ അക്കൗണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിനകത്ത് റവന്യൂ അക്കൗണ്ടിൽ റവന്യൂ റെസീറ്റ്, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് കാണാം. റവന്യൂ റെസീറ്റ്, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് നടത്തുമ്പോൾ നമ്മുടെ അസറ്റ്സിലോ ലയബിലിറ്റിയിലോ ഒരു തരത്തിലുള്ള ചേഞ്ചുകളും ഉണ്ടാവില്ല. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുകയാണ്, ആ വീടിൻ്റെ വാടക കൊടുക്കുകയാണെന്ന് വിചാരിക്കുക. അതൊരു റവന്യൂ എക്സ്പെൻഡിച്ചറായിട്ട് കണക്കാക്കാം. കാരണം ആ വാടക കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ അസറ്റ്സിലോ ലയബിലിറ്റിയിലോ ഒരു തരത്തിലുള്ള കുറവുകളോ കൂടുതലോ ഉണ്ടാവുന്നില്ല. ഇനി അതുപോലെ തന്നെ നമ്മളൊരു കെട്ടിടം പണിത് അത് വാടകയ്ക്ക് കൊടുത്തിരിക്കുകയാണെന്ന് വിചാരിക്കുക. അവിടെ നിന്ന് മാസം നമുക്ക് കിട്ടുന്ന റെൻറ്റ് എന്ന് പറയുന്നത് ഒരു റവന്യൂ റെസീറ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ആ പണം നമുക്ക് കിട്ടുന്നുണ്ട്, അത് റെക്കറിംഗ് ആയിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ അസറ്റ്സിലോ ലയബിലിറ്റിയിലോ മാറ്റമൊന്നും ഉണ്ടാവുന്നില്ല. ഇതിനെയാണ് റവന്യൂ റെസീറ്റ് എന്ന് പറയുന്നത്. ഇനി നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇതുപോലെ തന്നെ ക്യാപിറ്റൽ റെസീറ്റും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട് എന്ന് കാണാം. ഇപ്പോൾ ഒരു ഉദാഹരണം നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാർ വാങ്ങണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ബാങ്കിൽ പോയിട്ട് ഒരു ലോൺ എടുക്കുകയാണെന്ന് വിചാരിക്കുക. ഈ ലോൺ എടുക്കുന്ന സമയത്ത് നമുക്ക് പൈസ കിട്ടുന്നുണ്ടെങ്കിലും നമ്മുടെ ലയബിലിറ്റിയിൽ അവിടെ ചേഞ്ച് ഉണ്ടാവുകയാണ്. അവിടെ ഒരു പുതിയ ലയബിലിറ്റി, ഒരു ബാധ്യത ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. ഇതിനെ നമുക്കൊരു ക്യാപിറ്റൽ റെസീറ്റ് എന്ന് വിളിക്കാം. ഇനി അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ കയ്യിലുള്ള പണം ചിലവാക്കിക്കൊണ്ട് എവിടെയെങ്കിലും കുറച്ച് സ്ഥലം മേടിക്കുകയാണെന്ന് വിചാരിക്കുക. നമ്മളവിടെ പണം ചിലവാക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അസറ്റിലും ലയബിലിറ്റിയിലും ഒരു ചേഞ്ച് ഉണ്ടാവുകയാണ്. നമുക്കൊരു അസറ്റ് ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നമുക്കതിനൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. അപ്പോൾ ഇതാണ് ഈ റവന്യൂ അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ കണക്കിനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മളൊരു ബജറ്റ് തയ്യാറാക്കുമ്പോൾ അവിടെ ഇൻകത്തെക്കുറിച്ചും അതുപോലെ തന്നെ എക്സ്പെൻസിനെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. ഇവിടെ 2024-25 വർഷത്തിൽ ഇന്ത്യൻ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന വരുമാനം അല്ലെങ്കിൽ ഇൻകം എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ റവന്യൂ റെസീറ്റുകളെ കുറിച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ റവന്യൂ റെസീറ്റിൽ 2 തരത്തിലുള്ള റവന്യൂ നമുക്ക് വരുന്നത് കാണാം. അതിൽ ആദ്യത്തേതാണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വരുമാന മാർഗ്ഗങ്ങളിലൊന്നാണ് നമ്മൾ കൊടുക്കുന്ന നികുതി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് ഇൻകം ടാക്സ് ഉണ്ട്, കോർപ്പറേറ്റ് ടാക്സ് ഉണ്ട്, GST ഉണ്ട്, ഇങ്ങനെ പലതരത്തിലുള്ള നികുതികൾ കാണാം. അപ്പോൾ ഇതാണ് ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ടാക്സ് റവന്യൂ നെറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നതെന്ന് കാണാം. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ നികുതി വരുമാനം കിട്ടുമ്പോൾ അത് മുഴുവൻ ഇന്ത്യൻ ഗവൺമെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റില്ല. അതിൽ കുറച്ചൊക്കെ സംസ്ഥാനങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുക്കണം. അപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൊടുത്ത് കഴിഞ്ഞ് ബാക്കിയിരിക്കുന്നതിനെയാണ് ടാക്സ് റവന്യൂ നെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് ഈ സാമ്പത്തിക വർഷത്തിൽ 25.8 ലക്ഷം കോടിയുടെ ടാക്സ് റവന്യൂ ഉണ്ടാവുമെന്നുള്ളതാണ്. ഇനി അടുത്തതാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത്. അതായത് ടാക്സ് വരുമാനത്തിന് പുറമെ മറ്റ് ചില വരുമാനങ്ങളും ഗവൺമെൻറ് കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ പല പബ്ലിക് സെക്ടർ കമ്പനികളുണ്ട്. അപ്പോൾ അവിടെ നിന്നുള്ള ലാഭം ഗവൺമെൻറ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് സർവീസുകളുണ്ട്. അപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റൽ അല്ലെങ്കിൽ റെയിൽവേ, ഇവിടെ നിന്നൊക്കെ ഗവൺമെൻറ് ഒരു വരുമാനം കിട്ടുന്നുണ്ട്. ഇതെല്ലാമാണ് നോൺ ടാക്സ് റവന്യൂവിൽ വരുന്നത്. അപ്പോൾ ഈ സാമ്പത്തിക വർഷത്തിലെ എസ്റ്റിമേറ്റ് പ്രകാരം നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് 5.45 ലക്ഷം കോടി രൂപയാണ് എന്ന് കാണാം. അപ്പോൾ ഇതിന് രണ്ടിനെയും കൂടെ കൂട്ടുമ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഈ വർഷത്തെ മൊത്തം റവന്യൂ റെസീറ്റ് കിട്ടും. അത് 31.2 ലക്ഷം കോടി രൂപയാണ് എന്ന് കാണാം. ഇനി ഇത് മാത്രമല്ല, ഗവൺമെൻറ്റിന് ക്യാപിറ്റൽ റെസീറ്റ്സും ഉണ്ടെന്ന് കാണാം. ഞാൻ പറഞ്ഞു ക്യാപിറ്റൽ റെസീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് പൈസ വരികയാണ്, പക്ഷേ അവിടെ ലയബിലിറ്റിയോ അസറ്റിലോ വ്യത്യാസം ഉണ്ടാവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് റിക്കവറി ഓഫ് ലോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഗവൺമെൻറ് ധാരാളം ലോണുകൾ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. ആ ലോൺ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പണം ഗവൺമെൻറ്റിലേക്ക് തിരിച്ചു വരുമ്പോഴാണ് അതിനെ റിക്കവറി ഓഫ് ലോൺ എന്ന് പറയുന്നത്. 28,000 കോടി രൂപയാണ് ഇവിടെ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് എന്ന് കാണാം. ഇനി ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗം എന്ന് പറയുന്നതാണ് അതർ ക്യാപിറ്റൽ റവന്യൂസ് എന്ന് പറയുന്നത്. ഇതിന് പുറമേ ഗവൺമെൻറ്റിന് കിട്ടുന്ന വരുമാനങ്ങളാണ് അവിടെ ഉള്ളത്. ഇപ്പോൾ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പബ്ലിക് കമ്പനിയെ ഗവൺമെൻറ് പ്രൈവറ്റൈസ് ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഷെയറുകൾ വിറ്റ് കളയുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് ഒരു വരുമാനം വരും. ഇനി അതല്ലെങ്കിൽ ഗവൺമെൻറ് തന്നെ മാർക്കറ്റിൽ ബൈയിങ്ങും സെല്ലിങ്ങും ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കയ്യിലുള്ള ഏതെങ്കിലുമൊക്കെ ബോണ്ടുകളൊക്കെ വിറ്റിട്ട് ഗവൺമെൻറ് പൈസ കിട്ടുന്നുണ്ടെങ്കിൽ അത് ഈ അതർ ക്യാപിറ്റൽ റവന്യൂവിൻ്റെ ഉള്ളിൽ വരുന്നത് കാണാം. അത് ഏകദേശം 50,000 കോടി രൂപയായിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 78,000 കോടി രൂപ കിട്ടുന്നതാണ്. അപ്പോൾ ഈ റവന്യൂ റെസീറ്റും അതുപോലെ തന്നെ ക്യാപിറ്റൽ റെസീറ്റും കൂടെ കൂട്ടുകയാണെങ്കിൽ സർക്കാർ ഈ വർഷം എസ്റ്റിമേറ്റ് ചെയ്യുന്ന മുഴുവൻ ഇൻകം നമുക്ക് കാണാൻ സാധിക്കും. അത് ഏകദേശം 32 ലക്ഷം കോടി രൂപയാണ് എന്ന് കാണാം. അപ്പോൾ ഇതാണ് ഗവൺമെൻറ്റിൻ്റെ ഇൻകം. ഇനി നമുക്ക് ഗവൺമെൻറ്റിൻ്റെ എക്സ്പെൻസിൽ എന്തൊക്കെയാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. ഇവിടെയും റവന്യൂ എക്സ്പെൻഡിച്ചർ ഉണ്ട്, അതുപോലെ തന്നെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്.
അപ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറിനെ ഇവിടെ 3 ഭാഗങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ ഭാഗം എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. അതായത് ഗവൺമെൻറ് പണ്ട് മുതലേ ധാരാളം കടമെടുത്തിട്ടുണ്ട്. ഈ ഗവൺമെൻറ് മാത്രമല്ല മുൻപേ ഉള്ള ഗവൺമെൻറ്റുകളെല്ലാം കടമെടുത്തിട്ടുണ്ട്. ഈ കടമെല്ലാം തിരിച്ചടയ്ക്കണം. ഇത് തിരിച്ചടയ്ക്കുന്നതിനാണ് ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഏകദേശം 11.6 ലക്ഷം കോടി രൂപയാണ് ഈ വർഷത്തെ ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം എന്ന് പറയുന്നത് ഗ്രാൻഡ് ഇൻ എയ്ഡ് ഫോർ ക്രിയേഷൻ ഓഫ് ക്യാപിറ്റൽ അസറ്റ് എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവൺമെൻറ് ഓരോ വർഷവും സംസ്ഥാന സർക്കാരുകൾക്ക് ഗ്രാൻഡ് ഇൻ എയ്ഡായിട്ട് പണം കൊടുക്കാറുണ്ട്. സംസ്ഥാന സർക്കാരുകൾ ഈ പണം ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള വികസന പ്രവർത്തികളും ചെയ്യാറുണ്ട്. ചിലപ്പോൾ സംസ്ഥാനങ്ങളിൽ പോർട്ടുകളോ റോഡുകളോ പാലങ്ങളൊക്കെ ഉണ്ടാക്കുകയായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഒരു സംശയം തോന്നും, ഇത്തരത്തിലുള്ള പോർട്ടുകളോ റോഡുകളോ പാലങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടല്ലേ കണക്കാക്കേണ്ടത് എന്ന് തോന്നുമായിരിക്കും. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അവർ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഈ പണം കൈമാറുന്നത് മാത്രമേ ഉള്ളൂ. സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് അത് പിന്നീട് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ചിലവാക്കുന്നത്. അതുകൊണ്ടാണ് നമ്മളിതിനെ റവന്യൂ എക്സ്പെൻഡിച്ചറിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് കാണാം. ഈ സാമ്പത്തിക വർഷത്തിൽ 3.9 ലക്ഷം കോടി രൂപയാണ് ഈ ഗ്രാൻഡ് ഇൻ എയ്ഡിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ് കണക്കാക്കിയിരിക്കുന്നത്. ഇനി ഇതിൻ്റെ മൂന്നാമത്തെ എന്ന് പറയുന്നത് മറ്റ് എല്ലാ റവന്യൂ റെസീറ്റുകളെയും കൂടെ ചേർത്ത് വെച്ചിട്ടാണെന്നാണ്. ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഗവൺമെൻറ്റിന് പെൻഷൻ കൊടുക്കണം, അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളെ റൺ ചെയ്യണം, സോഷ്യൽ സർവീസുകൾക്ക് വേണ്ടിയിട്ട് പണം ചിലവാക്കുന്നുണ്ട്. ഇങ്ങനെ ഒരുപാട് പണം ഗവൺമെൻറ് ചിലവാക്കുന്നുണ്ട്. ഇതാണ് ഈ അതർ എന്ന് പറഞ്ഞിട്ടുള്ള കാറ്റഗറിയിൽ വരുന്നത്. അപ്പോൾ ഇതിനെല്ലാം കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൻ്റെ മുഴുവൻ റവന്യൂ എക്സ്പെൻഡിച്ചറും കിട്ടും. അത് എത്രയാണെന്ന് നോക്കുകയാണെങ്കിൽ 37.09 ലക്ഷം കോടി രൂപയാണ് എന്ന് കാണാം. ഇനി അടുത്തതെന്ന് പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറാണ്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ് ഓരോ വർഷവും അസറ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും വരുമാന മാർഗ്ഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് പണം ചിലവാക്കുന്നുണ്ട്. റോഡുകൾ നിർമ്മിക്കുന്നു, പോർട്ടുകൾ നിർമ്മിക്കുന്നു, എയർപോർട്ടുകൾ നിർമ്മിക്കുന്നു, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ഇതിനെല്ലാം വേണ്ടി ചിലവാക്കുന്ന പണമാണ് ഈ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. 11.11 ലക്ഷം കോടി രൂപയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായി ചിലവാക്കാൻ വേണ്ടിയിട്ട് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കണക്കുകളൊക്കെ നോക്കുകയാണെങ്കിൽ ഇവിടുത്തെ ടോട്ടൽ എക്സ്പെൻസ് എന്ന് പറയുന്നത്, അതായത് റവന്യൂ എക്സ്പെൻഡിച്ചറും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും കൂടെ കൂടുമ്പോൾ ടോട്ടൽ എക്സ്പെൻസ് കിട്ടും. അത് ഏകദേശം 48 ലക്ഷം കോടി രൂപയാണ് എന്നാണ്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ ചെലവ് 48 ലക്ഷം കോടി രൂപയും ഇന്ത്യൻ ഗവൺമെൻറ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന മുഴുവൻ വരവ് എന്ന് പറയുന്നത് 32 ലക്ഷം കോടി രൂപയുമാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ വരുമാനവും അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ ചെലവിനും ഇടയിൽ ഒരു 16 ലക്ഷം കോടിയുടെ വ്യത്യാസമുണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. സോ നമ്മുടെ ചെലവ് നമ്മുടെ വരുമാനത്തിനേക്കാൾ കൂടുതലാകുമ്പോൾ നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെയാണ് ഗവൺമെൻറ് ഇവിടെ ചെയ്യുന്നത് എന്ന് കാണാം. പുറത്തു നിന്നും അത്രയും തുക കടമെടുക്കുകയാണ് ഗവൺമെൻറ് ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഞാൻ ആദ്യം കാണിച്ചിട്ടുള്ള ടേബിൾ നോക്കുകയാണെങ്കിൽ അതിനകത്ത് ക്യാപിറ്റൽ റെസീറ്റിൻ്റെ ഭാഗമായിട്ട് ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം കൂടെ കൂട്ടിച്ചേർത്തിരിക്കുന്നത് കാണാം. അത് ഈ 16,13,312 കോടി രൂപയാണ് എന്ന് കാണാം. അപ്പോൾ ഗവൺമെൻറ് ആ പണം പുറത്തുനിന്ന് ഇങ്ങോട്ട് വാങ്ങിക്കുകയാണ്, ഗവൺമെൻറ്റിന് ആ പണം കിട്ടുകയാണ്, അതുകൊണ്ട് അതൊരു ഇൻകമാണ്. പക്ഷേ ആ പണം വാങ്ങിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഒരു വലിയ ബാധ്യത അല്ലെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് ക്യാപിറ്റൽ റെസീറ്റിൻ്റെ ഭാഗമായി എഴുതി ചേർത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. സോ വരുന്ന സാമ്പത്തിക വർഷം ഈ മാർഗ്ഗങ്ങളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് 48 ലക്ഷം കോടി രൂപ ഗവൺമെൻറ് കണ്ടെത്തുന്നു. ആ 48 ലക്ഷം കോടി രൂപ ഗവൺമെൻറ് ചെലവഴിക്കാനും തീരുമാനിച്ചിരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മുടെ ബജറ്റ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി. ഇപ്പോൾ ആ ടേബിളിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഒരു കാര്യം കൂടെ നോക്കണം, നമ്മുടേത് ഒരു കമ്മി ബജറ്റാണ്, ഒരു ഡെഫിസിറ്റ് ബജറ്റാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ ആ ഡെഫിസിറ്റിനെ നികത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഗവൺമെൻറ് കടമെടുക്കുന്നത്. ഈ ഡെഫിസിറ്റിനെ അല്ലെങ്കിൽ ഈ 16 ലക്ഷം കോടി രൂപയെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റ് ഒരു ബജറ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തേമാണ് എന്ന് മനസ്സിലാക്കുക. പലപ്പോഴും നമ്മൾ ആ ഒരു തുകയല്ല പറയുന്നത്, ഇത് GDPയുടെ എത്ര ശതമാനമാണ് എന്നാണ് പറയുന്നത്. GDPയുടെ അതായത് 2024-25 സാമ്പത്തിക വർഷത്തിൽ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന GDPയുടെ 4.9% നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്ന ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ എങ്ങനെയാണ് ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിലേക്ക് എത്തിച്ചേർന്നതെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരു സംശയം തോന്നും, ഗവൺമെൻറ്റിന് 48 ലക്ഷം കോടി രൂപയാണ് ചിലവായിട്ട് കണക്കാക്കുന്നത്. അതിൽ 16 ലക്ഷം കോടി രൂപ, അതായത് അതിൻ്റെ 1/3 പുറത്തുനിന്ന് കടമെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ടാണോ മുന്നോട്ട് പോകുന്നത് എന്നൊരു സംശയം തോന്നും. ഇപ്പോൾ തന്നെ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ചിലവാക്കുന്ന പൈസയുടെ 1/3 നമ്മൾ പുറത്തുനിന്ന് കടമെടുത്തിട്ടാണ് ചിലവാക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയോ പ്രശ്നമുണ്ട് എന്ന് നമ്മൾ പറയുന്നത് പോലെ തന്നെയാണിത്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു നമ്പർ മാത്രം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ എക്കോണമിയെ പൂർണ്ണമായും വിലയിരുത്താൻ സാധിക്കുകയില്ല. കടമെടുത്തുകൊണ്ടാണ് ഗവൺമെൻറ് ഇവിടെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നത് എങ്കിലും എന്ത് തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ പണം ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു വർഷം 20 ലക്ഷം രൂപയായിരുന്നു നമ്മുടെ ഹൗസ് ഹോൾഡ് ചിലവ് എന്ന് വിചാരിക്കാം. അതിൽ 10 ലക്ഷം രൂപയും ലോൺ ആയിരുന്നു എന്ന് വിചാരിക്കും. 10 ലക്ഷം രൂപ കടമെടുത്തുകൊണ്ടാണ് 20 ലക്ഷം രൂപ നമ്മൾ ചിലവാക്കിയിരിക്കുന്നത്. പക്ഷേ ഈ 20 ലക്ഷം രൂപയിൽ 15 ലക്ഷം രൂപയും നമ്മളൊരു കെട്ടിടം പണിത് അത് വാടകയ്ക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചിലവാക്കിയിരിക്കുന്നത് എങ്കിൽ അതൊരു മോശം ചിലവാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം നമുക്കിവിടെ ഒരു അസറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്, അതിനകത്ത് നിന്ന് മാസം നമുക്ക് റെൻറ്റ് കിട്ടും. ആ റെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഈ കടം തിരിച്ചടക്കുകയും ചെയ്യാം. അതേസമയം
നമ്മൾ ഈ 20 ലക്ഷം രൂപ 10 ലക്ഷം രൂപ കടവും കൂടെ എടുത്തിട്ട് 20 ലക്ഷം രൂപ ചിലവാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ടൂർ പോകുന്നതിനും വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനും ഫോൺ വാങ്ങുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നതെങ്കിൽ അതൊരു നല്ല ചിലവല്ല, അതൊരു മോശം കാര്യമാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. കാരണം അവിടെ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. അത് തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളും നമ്മളവിടെ ചെയ്യുന്നില്ല. ഇതുപോലെ തന്നെയാണ് ഗവൺമെൻറ്റിൻ്റെ കാര്യവും. ഗവൺമെൻറ് ബജറ്റിൽ ഇങ്ങനെ കടമെടുത്ത് കാര്യങ്ങൾ ചെയ്യുമ്പോൾ റവന്യൂ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് അത്ര നല്ല കാര്യമല്ല. എന്നാൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ടാണ് പണം ചെലവഴിക്കുന്നത് എങ്കിൽ, അതായത് രാജ്യത്തിന് അസറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നതിന്, രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പോൾ ഈ ഫിസ്ക്കൽ ഡെഫിസിറ്റിന് പുറമെ മറ്റ് ചില ഡെഫിസിറ്റുകളെക്കുറിച്ച് കൂടി നമ്മുടെ കണക്കുകളിൽ പറയുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിസിറ്റാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് റവന്യൂ റെസീറ്റും ഉണ്ട്, അതുപോലെ തന്നെ റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്. ഇതിൻ്റെ ഇടയിലുള്ള വ്യത്യാസത്തിനെയാണ് നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ബജറ്റിൽ നോക്കുകയാണെങ്കിൽ അത് 5.8 ലക്ഷം കോടി രൂപയാണെന്ന് കാണാം, അല്ലെങ്കിൽ നമ്മുടെ GDPയുടെ 1.8% എന്ന് കാണാം. നമുക്ക് റവന്യൂ വരുമാനം കുറവും റവന്യൂ ചെലവ് കൂടുതലുമാണ്. ഇതൊരു മോശം നമ്പറാണ്. ഈ നമ്പറിനെ ഏറ്റവും കുറച്ച് താഴേക്ക് കൊണ്ടുവരിക, അതിനെ സർപ്ലസിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ ഏറ്റവും നല്ലത്. അങ്ങനെ കൊണ്ടുവരുന്നതാണ് എപ്പോഴും ഒരു രാജ്യത്തെ സംബന്ധിച്ചുകൊണ്ട് നല്ലത്. ഇനി അടുത്തത് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞുള്ളൊരു ഫിഗറാണ്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ റവന്യൂ ഡെഫിസിറ്റിൽ നിന്നും നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഗ്രാൻഡ് ഇൻ എയ്ഡ്സ് ഫോർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു കണക്ക് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ഗ്രാൻഡ് ഇൻ എയ്ഡ് റവന്യൂ എക്സ്പെൻഡിച്ചറിലാണ് വരുന്നതെങ്കിലും സംസ്ഥാനങ്ങൾ അത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് ഉപയോഗിക്കുന്നത് കൊണ്ട് രാജ്യത്തിന് ഒന്നടങ്കം നോക്കുമ്പം അതൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറായിട്ട് പലപ്പോഴും കണക്കാക്കാൻ പറ്റും. അതുകൊണ്ട് ആ ഒരു സംഖ്യയെ ഈ റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യയിൽ നിന്ന് കുറയ്ക്കുന്നതിനെയാണ് എഫക്റ്റീവ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഈ ബജറ്റിൽ അത് 1.89 ലക്ഷം കോടി രൂപയാണ്, അല്ലെങ്കിൽ നമ്മുടെ GDPയുടെ 0.6% എന്ന് കാണാം. അതുകൊണ്ട് ആ ഒരു ഫിഗറും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനെയും കുറയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇനി ഇവിടെ നമ്മൾ മൂന്നാമതൊരു ഫിഗറും കൂടെ ഉണ്ട്. അതിനെയാണ് പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. പ്രൈമറി ഡെഫിസിറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റിൽ നിന്നും നമ്മൾ നേരത്തെ പറഞ്ഞ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞുള്ള ചിലവിനെ കുറയ്ക്കുന്നതാണ്. അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫിസ്ക്കൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത് 16 ലക്ഷം കോടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇൻട്രസ്റ്റ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത് ഏകദേശം 11 ലക്ഷം കോടിയോട് അടുത്ത് വരും. ഇതിൻ്റെ ഒരു ഡിഫറൻസ് എന്ന് പറയുന്നത് ഏകദേശം 4.5 ലക്ഷം കോടിയാണ് എന്ന് കാണാം. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ കടമെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ പണത്തിലെ എത്രത്തോളം പണമാണ് ഇതിന് മുന്നേ എടുത്ത കടം തിരിച്ചടയ്ക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ബാക്കി പണം മാത്രമാണ് നമുക്ക് നമ്മുടെ ചിലവുകൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ. ഇതിനെ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പ്രൈമറി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സംഖ്യ എത്രയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് മാത്രമല്ല, ഇത്തരത്തിലുള്ള നമ്പറുകളെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് അത് എത്രയാണെന്ന് കൃത്യമായി നോക്കിയതിന് ശേഷം മാത്രമാണ് ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ ആ ഫൈനാൻഷ്യൽ മാനേജ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ. ഇനി ഈ ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള പല കണക്കുകളും ഗവൺമെൻറ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് കാണാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇന്ത്യൻ ഗവൺമെൻറ്റിന് 1 രൂപ കിട്ടുന്ന വഴികൾ എന്തൊക്കെയാണ്, ഇന്ത്യൻ ഗവൺമെൻറ് 1 രൂപ ചിലവാക്കുന്ന വഴികൾ എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് 1 രൂപ കിട്ടുമ്പോൾ അതിൻ്റെ 27% വരുന്നത് ബോറോയിങ് ആൻഡ് ലയബിലിറ്റീസിൽ നിന്നാണ്. അതായത് ഇന്ത്യൻ ഗവൺമെൻറ്റിന് കിട്ടുന്ന പൈസയുടെ 27% ഗവൺമെൻറ് കടമെടുക്കുകയാണ്. ഇത് അത്ര നല്ലൊരു ഫിഗർ അല്ല എന്നുള്ള കാര്യം മനസ്സിലാക്കുക. ഇനി രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻ വരുന്നത് 19% കോൺട്രിബ്യൂഷൻ വരുന്നത് ഇൻകം ടാക്സിൽ നിന്നാണ്. നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഗവൺമെൻറ്റിന് കൊടുക്കുന്ന ആദായ നികുതിയിൽ നിന്നാണ് രണ്ടാമത്തെ ഏറ്റവും വലിയ കോൺട്രിബ്യൂഷൻ വരുന്നത്. മൂന്നാമത്തേത് 18% വരുന്നത് GSTയിൽ നിന്നുമാണ് എന്ന് കാണാം. നാലാമത്തെ 17% വരുന്നത് കോർപ്പറേറ്റ് ടാക്സിൽ നിന്നുമാണ്. സോ ബോറോയിങ് ആൻഡ് ലയബിലിറ്റീസ് മാറ്റി നിർത്തി കഴിഞ്ഞാൽ 54% വരുമാനവും ഇന്ത്യൻ ഗവൺമെൻറ്റിന് വരുന്നത് വിവിധ നികുതികളിൽ നിന്നാണ്. ഇനി ഇതിന് പുറമെയാണ് കസ്റ്റംസ്, എക്സൈസ് ഡ്യൂട്ടി പോലെയുള്ള ടാക്സുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ നികുതി എന്ന് പറയുന്നത് ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ വരുമാനത്തിൻ്റെ ഒരു സിംഹഭാഗമാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെയാണ് ഓരോ ബജറ്റിലും ഈ ടാക്സുമായി ബന്ധപ്പെട്ടിട്ട് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഇനി നമ്മൾ അടുത്ത ചാർട്ടിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യൻ ഗവൺമെൻറ്റിന് 1 രൂപ കിട്ടുമ്പോൾ അതെങ്ങനെയാണ് ഗവൺമെൻറ് ചിലവാക്കുന്നത് എന്നാണ് അടുത്ത ചാർട്ടിൽ കാണാൻ സാധിക്കുക. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും വലിയ ചിലവ് വരുന്നത് സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതി വിഹിതത്തിലാണ്. സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുന്ന നികുതിയെക്കുറിച്ച് നമ്മുടെ നേരത്തെ ചാർട്ടിലൊന്നും പറയുന്നില്ല. നെറ്റ് ടാക്സ് റവന്യൂവിനെ കുറിച്ച് മാത്രമായിരുന്നു പറഞ്ഞിരുന്നത്. ഗവൺമെൻറ്റിൻ്റെ ചെലവിൻ്റെ 21% എന്ന് പറയുന്നത് കിട്ടുന്ന ടാക്സ് സംസ്ഥാനങ്ങൾക്കായിട്ട് വീതിച്ചു കൊടുക്കുന്നതാണ്. ഇനി രണ്ടാമത്തെ ഏറ്റവും വലിയ ചിലവ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് പേയ്മെൻ്റ് ആണ്. ഗവൺമെൻറ്റിൻ്റെ ചെലവിൻ്റെ 19% എടുത്ത കടം തിരിച്ചടയ്ക്കുന്നതുമായി ബന്ധപ്പെട്ടിട്ടാണ്. ഇതത്ര നല്ലൊരു ഫിഗറല്ല. കാരണം സംസ്ഥാനങ്ങൾക്ക് 21% പണം കൊടുത്തു കഴിയുമ്പോൾ ബാക്കി 79% ഗവൺമെൻറ്റിൻ്റെ കയ്യിലുള്ളൂ. അതിൽ 19% ഇൻട്രസ്റ്റ് പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് പോകുന്നു. പിന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ 4% പെൻഷൻ ചെലവിന് വേണ്ടിയിട്ട് പോകുന്നുണ്ട്, 6% സബ്സിഡികൾക്ക് വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ഇങ്ങനെയുള്ള ചെലവുകൾക്കെല്ലാം ശേഷം മാത്രമാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിനൊക്കെ വേണ്ടിയിട്ട് ഗവൺമെൻറ്റിന് പണം ചെലവഴിക്കാൻ സാധിക്കുന്നുള്ളൂ എന്നുള്ള കാര്യം മനസ്സിലാക്കുക.
മനസ്സിലാക്കുക. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിന് 1 രൂപ വരുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ്, ഇന്ത്യൻ ഗവൺമെൻറ് ഓരോ രൂപയും ചിലവാക്കുന്ന സോഴ്സുകൾ ഏതൊക്കെയാണ് എന്ന് ഈ ചാർട്ടുകൾ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി അതുപോലെ തന്നെ ഈ ബജറ്റ് അറ്റ് എ ഗ്ലാൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഡോക്യുമെൻറ്റിൻ്റെ അവസാന പേജ് നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ആ ഒരു ടേബിളിനെ പിക്ടോറിയലായിട്ട് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. ക്യാപിറ്റൽ റെസീറ്റിൻ്റെ കോമ്പോണൻസ്, റവന്യൂ റെസീറ്റിൻ്റെ കോമ്പോണൻസ്, അതിനകത്ത് ബോറോയിങ് ആൻഡ് ലയബിലിറ്റീസ് എങ്ങനെയാണ്, ഗവൺമെൻറ് പണം ചെലവഴിക്കുമ്പോൾ ഓരോ മേഖലയിലേക്കും എങ്ങനെയാണ് പണം ചെലവഴിക്കുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വിശദമായിട്ട് കൊടുത്തിരിക്കുന്നത് കാണാം. ഈ ഡോക്യുമെൻറ്റിൽ നിങ്ങൾക്കത് നോക്കാവുന്നതാണ്. സോ ഇങ്ങനെയുള്ള കാര്യങ്ങളെയും ഫിഗറുകളെയും എല്ലാം കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഗവൺമെൻറ് ബജറ്റും അവരുടെ എസ്റ്റിമേറ്റ്സും എല്ലാം തയ്യാറാക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഒരു കാര്യം ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, ഈ ഒരു ടേബിളിനെ കണ്ടുകൊണ്ട് മാത്രമോ അല്ലെങ്കിൽ ഈ കണക്കുകൾ മനസ്സിലാക്കിയതുകൊണ്ട് മാത്രമോ നമുക്ക് നമ്മുടെ ബജറ്റിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്യാനും സാധിക്കില്ല. അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് ഇത് എന്നുള്ള കാര്യം മനസ്സിലാക്കുക. സോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ ആനുവൽ ഫൈനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയുമായി ബന്ധപ്പെട്ടുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ ഈ വീഡിയോയെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചുമുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും നിങ്ങൾക്കറിയാവുന്ന എക്സ്ട്രാ പോയിന്റുകളും എല്ലാം തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതോടൊപ്പം ഞാൻ വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള ഗ്രോത്ത് സ്കൂളിൻ്റെ ChatGPT ആൻഡ് AI വർക്ക്ഷോപ്പിനെ കുറിച്ചുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, ആദ്യത്തെ 1000 പേർക്കാണ് സൗജന്യമായിട്ട് ഈ വർക്ക്ഷോപ്പ് ലഭിക്കുക. അതിന് വേണ്ടിയിട്ടുള്ള ലിങ്കുകൾ ഞാൻ ഡിസ്ക്രിപ്ഷനിലും പിൻഡ് കമൻറ്റിലും കൊടുത്തിട്ടുണ്ട്. ChatGPT ഉൾപ്പെടെയുള്ള 20-ലധികം AI ടൂളുകളെ കുറിച്ച് നിങ്ങൾക്ക് ഈ വർക്ക്ഷോപ്പിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. ഈ ഒരു വീഡിയോ മറ്റുള്ളവർ കാണുന്നത് നല്ലതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വീണ്ടും വരുന്നതുവരേക്കും നന്ദി.